ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM, ഡാക് സേവക് റോളുകൾ എന്നിവയുൾപ്പെടെ 44,228 ഗ്രാമീണ ഡാക് സേവക് ജോലികൾ പ്രഖ്യാപിച്ചു. ആവശ്യമായ യോഗ്യതകൾ പൂർത്തിയാക്കിയ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 2024 ജൂലൈ 15 മുതൽ 2024 ഓഗസ്റ്റ് 5 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരളത്തിൽ 2433 ഒഴിവുകളാണ് ഉള്ളത്. ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തെന്ന് നോക്കാം. അംഗീകൃത ബോർഡിൽ നിന്ന് ഗണിതത്തിലും ഇംഗ്ലീഷിലും വിജയിച്ചിട്ടുള്ള സെക്കൻഡറി സ്കൂൾ പരീക്ഷാ പാസ് സർട്ടിഫിക്കറ്റ്, അതായത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം. 10ാം ക്ലാസ് വരെയെങ്കിലും പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കണം, അതായത് ഒരു സബ്ജക്റ്റ് മലയാളം പഠിച്ചിരിക്കണം. മറ്റ് ആവശ്യകതകൾ: കമ്പ്യൂട്ടറുകളെക്കുറിച്ചുള്ള അറിവ്, സൈക്ലിംഗ്, മറ്റ് ഉപജീവന മാർഗങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്നിവ ഉണ്ടാവണം. നമുക്ക് ഏജ് ലിമിറ്റ് എത്രയെന്ന് നോക്കാം. മിനിമം ഏജ് 18 വയസ്സാണ്. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. ഗവൺമെന്റ് സംവരണ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. ശമ്പളം എത്രയെന്ന് പരിശോധിക്കാം. BPMന് 12,000 മുതൽ 29,380 രൂപ വരെ ലഭിക്കും. ABPM ഡാക് സേവക് പോസ്റ്റുകൾക്ക് 10,000 രൂപ മുതൽ 24,470 രൂപ വരെ ലഭിക്കാം. അപ്ലിക്കേഷൻ ഫീ: എല്ലാ പോസ്റ്റിനും 100 രൂപ ആപ്ലിക്കേഷൻ ഫീസായി നൽകണം. സ്ത്രീകൾ, SC/ST വിഭാഗത്തിൽപ്പെടുന്നവർ, അതുപോലെ തന്നെ ട്രാൻസ് വുമൺ എന്നിവർക്ക് ആപ്ലിക്കേഷൻ ഫീസുകൾ ഇല്ല. പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യണം? ഓൺലൈനായിട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാൻ. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ചെയ്യാം, അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻ വഴിയും നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെ? സെലക്ഷൻ പ്രോസസ്സ് പൂർണ്ണമായും നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ്, അതായത് 10ാം ക്ലാസ് മാർക്ക് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഒരു തരത്തിലുള്ള എക്സാമോ മറ്റോ ഉണ്ടാവുന്നതായിരിക്കില്ല. നിങ്ങൾ നേടിയ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് നടക്കുക. ഇനി എങ്ങനെ ഈ ജോലിക്ക് അപേക്ഷിക്കാമെന്ന് നോക്കിയാൽ, ഇന്ത്യ പോസ്റ്റ് GDS-online.gov.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ GDS ജോബ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും.